പ്രതിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, മുത്തേടം, എടക്കര, നിലമ്പൂർ. നിലമ്പൂർ നഗരസഭയിൽ ഭരണസ്തംഭനമെന്ന് പ്രതിപക്ഷം. നിലമ്പൂർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് UDF ഭരണസമിതിക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയത്. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിന്റെ DPRുമായി ബന്ധപ്പെട്ട് നഗരസഭാ സെക്രട്ടറിയെ മധ്യസ്ഥനാക്കിയതിലും കരാറുകാരുമായി മധ്യസ്ഥ ശ്രമം നടത്തിയ സെക്രട്ടറിക്കെതിരെയും പരാതി നൽകിയിട്ടുണ്ടെന്നും പ്രതിപക്ഷ അംഗവും CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ PM ബഷീർ പറഞ്ഞു. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 6 മാസമായിട്ടും ഒരടി പോലും പോകാൻ കഴിഞ്ഞിട്ടില്ല. സ്റ്റാൻഡിന്റെ മധ്യഭാഗത്തുണ്ടായിരുന്ന താൽക്കാലിക ഷെഡ് പിന്നിലേക്ക് ആക്കിയ പ്രവൃത്തി മാത്രമാണ് നടന്നത്. ശുചിത്വ കാര്യത്തിൽ നഗരസഭാ ഭരണസമിതി ഒരു നടപടിയും എടുക്കുന്നില്ല. മഴക്കാലത്ത് പകർച്ചവ്യാധികൾ പടരുന്ന സമയത്താണ് നിലമ്പൂർ നഗരസഭയുടെ പല ഭാഗങ്ങളിലും കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ നിക്ഷേപിക്കുന്ന സാഹചര്യമുള്ളതെന്നും PM ബഷീർ ആരോപിച്ചു. കഴിഞ്ഞ 6 മാസം പുതിയ ഒരു പദ്ധതിയും ഈ നഗരസഭയിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ ഭരണസമിതി നടപ്പിലാക്കിയ ഈ നാട് അംഗീകരിച്ച പ്രത്യേകിച്ച് സംസ്ഥാന കേന്ദ്ര പുരസ്കാരങ്ങളും അവാർഡുകളും ഒക്കെ വാങ്ങിക്കൂട്ടിയ പദ്ധതികളും പ്രവർത്തനങ്ങളും അത് കേവലം രാഷ്ട്രീയത്തിന്റെ ഭാഗമായിക്കൊണ്ട് മാറ്റി നിർത്തപ്പെട്ടു എന്ന വേദനാകരമായിട്ടുള്ള സംഭവങ്ങൾ കൂടി കഴിഞ്ഞ 6 മാസം നടന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഈ ഭരണസമിതി അധികാരമേറ്റ പിറ്റേ ദിവസം നിങ്ങളൊക്കെ സാന്നിധ്യത്തിലാണ് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ വെച്ച് ബഹുമാനിയായിട്ടുള്ള ചെയർപേഴ്സന്റെ ഒരു പ്രഖ്യാപനം വന്നത്. ആ പ്രഖ്യാപനം മറ്റൊന്നുമല്ല, അടിയന്തരമായി ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പുനർനിർമ്മിക്കും. മാത്രമല്ല, കഴിഞ്ഞ ഭരണസമിതി അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് അത് പരിശോധിച്ച് ആ പ്രവർത്തനം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ചെയർപേഴ്സൺ പ്രഖ്യാപിച്ചത്. നിങ്ങളൊക്കെ ജനങ്ങളെ അറിയിച്ചതാണ്. ഈ 6 മാസമായി നിലവിലുള്ള താൽക്കാലിക ഷെഡ് മാറ്റി പുറകോട്ട് കെട്ടി എന്നല്ലാതെ നയാ പൈസയുടെ ഒരു വികസന പ്രവർത്തനം നടപ്പിലാക്കാൻ സാധിച്ചില്ല. കഴിഞ്ഞ 6-7 വർഷം മുമ്പ് കുറിച്ചു മാറ്റപ്പെട്ട ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് അത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ടെൻഡർ ചെയ്ത് വർക്ക് ഓർഡർ കൊടുത്തു എന്നുള്ള കാരണത്താൽ അത് മാറ്റിവെക്കുക എന്ന് പറയുന്നത് ഈ നിലമ്പൂരിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമാണ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നാണ്, നിങ്ങളുടെ സാന്നിധ്യത്തിൽ ചെട്ടിയങ്ങാടി പുതിയ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ, ആ കംഫർട്ട് സ്റ്റേഷൻ സന്ദർശിച്ച് ഈ ഭരണസമിതിയുടെ പ്രധാനപ്പെട്ട ആളുകളും ബഹു ചെയർപേഴ്സൺ ഉൾപ്പെടെ അവിടെ പ്രഖ്യാപിച്ചത് ഞങ്ങൾ അടിയന്തരമായി ഈ കാലാവസ്ഥ വരുന്ന സമയത്ത് 5-6 മാസം ആ കംഫർട്ട് സ്റ്റേഷൻ അടച്ചിടുകയാണ്. നിരന്തരം നിങ്ങളൊക്കെ വാർത്ത കൊടുക്കുന്നതാണ്. കഴിഞ്ഞ ഭരണസമിതി അതിന്റെ അവസാന സമയത്ത് അതിനകത്ത് 23-28 ലക്ഷം രൂപ ചെലവഴിച്ച് താൽക്കാലിക പരിഹാരം ഉണ്ടാക്കുമ്പോഴും ആ താൽക്കാലിക പരിഹാരം ഒന്നും നൽകുന്നതല്ല. കാരണം അത് പക്കാ പാടത്താണ് ഈ ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളത്. ആ പാടത്ത് ഒരു 2 അടി താഴുമ്പോൾ വെള്ളം വരുന്നത് കൊണ്ടും ഒരു STP സംവിധാനം സ്ഥാപിക്കണമെന്ന് കഴിഞ്ഞ ഭരണസമിതി തീരുമാനമെടുത്തു. DPC അപ്രൂവൽ വാങ്ങി സർക്കാർ ഏജൻസി ആയിട്ടുള്ള IRTCയെ അതുമായി ബന്ധപ്പെട്ട് ചുമതലപ്പെടുത്തിയ ഘട്ടത്തിലാണ് ഈ ഭരണസമിതി അധികാരത്തിൽ വരുന്നത്. അന്ന് പ്രഖ്യാപിച്ച അടിയന്തരമായി പ്രശ്നം പരിഹരിക്കുന്നതാണ്. 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ ഈ കഴിഞ്ഞ 6 മാസമായിട്ടും അവർക്ക് സാധിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുമ്പോഴും ഒന്നും നഗരസഭ ചെയ്യുന്നില്ല. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നഗരസഭയിൽ നിലവിൽ വന്ന 3 അർബൻ സെന്ററുകളിലും മരുന്നില്ല. പട്രാക്കയിലെ അർബൻ ഹെൽത്ത് സെന്റർ ചക്കാലക്കുത്തിലേക്ക് മാറ്റാനുള്ള നടപടി മാത്രമാണ് ഉണ്ടായത്. പരിസ്ഥിതി ദിനത്തിൽ ഒരു പൊതുപരിപാടി സംഘടിപ്പിക്കാൻ പോലും ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് സ്ഥാപിച്ച തെരുവിളക്കുകളിൽ പലതിലും അറ്റകുറ്റപ്പണി നടക്കാത്തതിനാൽ കണ്ണടച്ച അവസ്ഥയിലാണ്. വയോജനങ്ങളുടെ ഒരു പ്രതിബദ്ധതയും ഈ ഭരണസമിതിക്കില്ല. കൊളക്കണ്ടത്തെ പകൽ വീട് പൂട്ടുകയാണ് ചെയ്തത്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഭിന്നശേഷി സൗഹൃദ നഗരസഭയ്ക്ക് പുരസ്കാരം ലഭിച്ചിരുന്നു. ഇവർക്കായി തുടങ്ങിയ ഫിസിയോതെറാപ്പി സെന്റർ 4 മാസമായി പ്രവർത്തിക്കുന്നില്ലെന്നും ബഷീർ ആരോപിച്ചു. നഗരസഭയിൽ ഭരണപക്ഷം പ്രതിപക്ഷവും ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുമ്പോൾ അഭിപ്രായ ഭിന്നത ഉണ്ടാവാറുണ്ട്. എന്നാൽ ഈ ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്നവർ അത് വ്യക്തിപരമായി കണ്ട് രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്ന അവസ്ഥയാണുള്ളതെന്നും ഇത് അപഹാസ്യമാണെന്നും ബഷീർ പറഞ്ഞു.
ആ പ്രതീക്ഷയുടെ അടുത്തുപോലെ എത്തുന്ന രീതിയിലൊരു പ്രവർത്തനമല്ല. ഒന്ന് കഴിഞ്ഞ ഭരണസമിതി ചെയ്ത കാര്യങ്ങളിൽ ഞങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകില്ല. അത് രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗം. അതാണ് ഇപ്പൊ ഈ വയോജനങ്ങളുടെ കാര്യം. വയോജന മന്ദിരം പൂട്ടുക, എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി സെന്റർ പൂട്ടുക, ഒരു ഘട്ടമാണ്. മറ്റൊന്ന്, ആത്മാർത്ഥമായി ജനങ്ങളുമായി ഇടപെടാൻ ഒരു മാനസികാവസ്ഥ ഒരു ഭരണസമിതിക്ക് ഉണ്ടാവുക എന്നുള്ളത് പ്രത്യേകത. അപ്പൊ നമ്മളൊക്കെ രാഷ്ട്രീയമായി പല ചേരി കേൾക്കുമ്പോൾ രാഷ്ട്രീയമായി എതിർപ്പാണ് ഉണ്ടാവുക. വ്യക്തിപരമായി ആർക്കും ആരും ഒരു എതിർപ്പുണ്ടാവില്ല. നമ്മൾ രാഷ്ട്രീയമായി സംസാരിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോ പ്രതിപക്ഷത്തെ നയിച്ചിരുന്ന ശ്രീ ബാലൻ അടുത്ത സുഹൃത്താണ്. പക്ഷെ പ്രതിപക്ഷത്തിൽ ആരും എതിർക്കുന്ന സമയത്ത് നമ്മൾ എതിർക്കും, അവരെതിർക്കും. പക്ഷെ വ്യക്തിപരമായി പോകാറില്ല. പക്ഷെ ഈ ഭരണസമിതിയുടെ നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് വ്യക്തിപരമായ വിദ്വേഷങ്ങളാണ്. ആ വ്യക്തി വിദ്വേഷത്തിന്റെ ഭാഗമായി അത് UDF-നകത്തുള്ളവരോട് പുറത്തുള്ളവരോടൊക്കെ അതിന്റെ ഭാഗമായി കൊണ്ടൊരു വിശദാംശത്തിൽ നമുക്ക് ഇതിനകത്ത് പ്രകടമാവും. ഭിന്നശേഷി സൗഹൃദ പാർക്കിൽ കെട്ടിടം നിർമ്മിക്കാൻ PV അൻവർ MLA ആയിരുന്ന സമയത്ത് ഫണ്ട് അനുവദിച്ചിരുന്നു. എന്നാൽ 1 വർഷം കഴിഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 6 മാസം സമസ്ത മേഖലയിലും സമ്പൂർണ്ണ പരാജയമാണ് ഈ ഭരണസമിതി എന്നും നേതാക്കൾ ആരോപിച്ചു. വാർത്താ സമ്മേളനത്തിൽ PM ബഷീറിനൊപ്പം CPM അംഗം E അരുൺദാസ്, കേരള കോൺഗ്രസ് M അംഗം മിനി ജോൺ എന്നിവരും പങ്കെടുത്തു. A+ വിഷൻ, നിലമ്പൂർ. +2 കഴിഞ്ഞില്ലേ, ഇനി ഡിഗ്രിക്ക് എവിടെ ജോയിൻ ചെയ്യും? നമ്മുടെ തൊട്ടടുത്ത് ഇത്ര നല്ലൊരു ക്യാമ്പസ് ഉള്ളപ്പോൾ ഈ കൺഫ്യൂഷൻ എന്തിനാ? അതെ, ഫാത്തിമ തന്നെ. We provide BSc and BA in 4 disciplines. BCom in 3 disciplines, AICTE approved, BBA and Bachelor of Travel and Management with several industry relevant add-on courses. College location എടക്കര കരുളൈ റോഡിൽ മൂത്തെടുത്താണ്. അപ്പോ എങ്ങനെ ഫാത്തിമ ഫിക്സ് ആക്കുവല്ലേ? At Fatima, we don't just teach, we inspire. Fatima Arts and Science College, മൂത്തേടം, എടക്കര, നിലമ്പൂർ.